നമസ്കാരം. ആസ്ട്രോമീഡിയയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ പ്രമോദ് പണിക്കർ പെരിങ്ങോട്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം സർക്കാർ ജോലി കിട്ടാൻ സാധ്യതയുള്ള ചില ഗ്രഹനിലകളാണ്. അപ്പോൾ അതിന് പ്രമാണത്തിൻ്റെ ആവശ്യം വരുന്നില്ല. പ്രമാണപുരസരം നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷേ ഇത് ആളുകൾക്ക് പെട്ടെന്ന് ഗ്രഹിക്കാൻ ചെറിയൊരു ഗ്രഹനിലയെ പറ്റിയിട്ട് ബോധമുള്ള ചില ആൾക്കാരുണ്ടാവും. ഗ്രഹനിലയിൽ ഇന്ന ഗ്രഹങ്ങൾ ഇന്ന രാശിയിലാണ് നിൽക്കുന്നതെന്നൊക്കെ നോക്കാൻ അറിവുള്ള ചില ആളുകളുണ്ടാവും. അവർക്കത് പെട്ടെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അല്ലാത്ത ആളുകൾ അറിവുള്ള ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ദൈവജ്ഞന്മാരുടെ സഹായം തേടുക കേട്ടോ. അപ്പോൾ ഞാനതിങ്ങനെ കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, ഒന്ന് ലൈക്ക് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. ആസ്ട്രോമീഡിയയുടെ സ്ഥിരം പ്രേക്ഷകർ ഒന്ന് ലൈക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ വീഡിയോ തുടർന്ന് കാണുക കേട്ടോ. നമുക്ക് 400 ചില്ലാനം വീഡിയോസ് ഉണ്ട്. എല്ലാം കൃത്യമായ ജ്യോതിഷ പ്രമാണങ്ങൾ വെച്ചിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് സാധാരണക്കാർക്കും കൂടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. കാരണം പെട്ടെന്നത് ഗ്രഹിച്ചെടുക്കാൻ നിങ്ങളെന്നെ അത് സഹായിക്കും. ധനു, മീനം, മകരം, കർക്കിടകം ഈ രാശികളിൽ ഏതെങ്കിലും ഒരു രാശിയിൽ ചൊവ്വ നിൽക്കുക. ഇത് ഒന്ന് കേട്ടോ. അതായത് ധനു, മീനം, മകരം, കർക്കിടകം. ധനു മീനവും വ്യാഴത്തിൻ്റെ രാശിയാണ്. മകരം ചൊവ്വയുടെ ഉച്ചരാശിയാണ്. കർക്കിടകം നീചരാശിയാണ്. പക്ഷേ നീചരാശിയിലാണെങ്കിലും ചൊവ്വയ്ക്ക് കർക്കിടകത്തിൽ ദോഷമില്ല, നീചഭംഗം വരും. അപ്പോൾ അതുകൊണ്ട് ഈ രാശികളിൽ ഏതെങ്കിലും ഒന്നിൽ ചൊവ്വ നിൽക്കുക, അത് ഒരു യോഗം. ധനു, മേടം ഈ രാശികളിൽ സൂര്യൻ നിൽക്കുക. അതായത് മേടം സൂര്യൻ ഉച്ചരാശിയാണ്. പിന്നെ ധനുരാശിയിലും സൂര്യൻ നിന്ന് കഴിഞ്ഞാൽ അത് അങ്ങനെ വരിക. അപ്പോൾ ധനുമാസത്തിലോ മേടമാസത്തിലോ ജനിക്കുക എന്നർത്ഥം. ഈ മാസങ്ങളിൽ ജനിച്ചാൽ സൂര്യൻ ആ രാശിയിൽ ഉണ്ടാവും. പിന്നെ ഒന്ന് ധനു, കന്നി ഈ രാശികളിൽ ഒന്നിൽ ബുധൻ നിൽക്കുക, അത് വളരെ ഗുണമാണ്. കന്നിരാശി ബുധൻ്റെ ഉച്ചരാശിയാണ്. ധനുരാശിയിൽ അതായത് വ്യാഴക്ഷേത്രത്തിൽ ബുധൻ നിൽക്കുക. ധനു, മീനം, വൃശ്ചികം, ചിങ്ങം 4 രാശികൾ. ധനുവും മീനവും വൃശ്ചികം, ചിങ്ങം ഈ രാശികളിൽ വ്യാഴം നിൽക്കുക. മകരം, മീനം, ധനു ഈ 3 രാശികളിലായിട്ട് ശനി നിൽക്കുക. അപ്പോൾ ധനുവിലും മീനത്തിലും മകരത്തിലും ആര് നിൽക്കണം? ശനി നിൽക്കണം. വൃശ്ചികം, മകരം ഈ 2 രാശികളിൽ ചന്ദ്രൻ നിൽക്കുക. അതായത് വൃശ്ചികൻ രാശി ചന്ദ്രന് നീചരാശിയാണ്. പക്ഷേ ചന്ദ്രൻ പക്ഷഫലപ്രധാനിയാണ്. വെളുത്ത പക്ഷത്തിലാണോ കറുത്ത പക്ഷത്തിലാണോ എന്നുള്ളതിനനുസരിച്ച് ഫലാധിക്യത്തിൽ വ്യത്യാസം ഉണ്ടാവാം. പക്ഷേ വൃശ്ചികത്തിലും മകരത്തിലും ആര് നിൽക്കുക? ചന്ദ്രൻ നിൽക്കുക. ഇടവത്തിലും മിഥുനത്തിലും ശുക്രൻ നിൽക്കുക. അപ്പോൾ ഈ 2 രാശിയിൽ ശുക്രൻ നിൽക്കുക. അപ്പോൾ ഇങ്ങനെ ഈ വിധം രാശികളിൽ ഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ടെങ്കിൽ, ഇതിലേതെങ്കിലുമൊക്കെ 2-3 യോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് PSC എഴുതാവുന്നതാണ്. അപ്പോൾ അത് ഗ്രഹനില, അവനവൻ്റെ ഗ്രഹനില എടുത്തു നോക്കിയിട്ട് ഏതേത് രാശികളിലാണ് ഗ്രഹങ്ങൾ നിൽക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കുക. ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അതിനോട് ഒത്തു നോക്കുക നിങ്ങൾ. അപ്പോൾ അങ്ങനെയൊക്കെ സ്ഥിതിയുള്ള, അതിലിപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൽ എല്ലാത്തിലും ഇതേപോലെയാണ് വന്നിട്ടുള്ളതെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്കത് സർക്കാർ ജോലിയൊക്കെ കിട്ടും. പക്ഷേ ഗ്രഹനില എല്ലാതും അതേപോലെ ഒത്തു വരണം എന്നില്ല. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഇപ്പോൾ ഈ പറഞ്ഞ 5 ഗ്രഹങ്ങളിൽ ഏതെങ്കിലും ഒരു 3 4 ഒക്കെ സാമ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ PSC ഒക്കെ എഴുതി കഴിഞ്ഞാൽ എന്ത് കിട്ടും? സർക്കാർ ജോലി എന്നുള്ള മോഹം സാക്ഷാത്കരിക്കാം. പിന്നെ ഈ ഗ്രഹങ്ങൾക്ക് ശുഭദൃഷ്ടി ഉണ്ടായാൽ ഏറെ നന്നു കേട്ടോ. ശുഭയോഗം ഉണ്ടാവുക, ശുഭദൃഷ്ടി ഉണ്ടാവുക, നീചഭംഗം ഉണ്ടാവുക, ഇങ്ങനെ. അതായത് ഇപ്പോൾ കർക്കിടകത്തിൽ ചൊവ്വ എന്ന് പറഞ്ഞാൽ ചൊവ്വയ്ക്ക് നാച്ചുറലായിട്ട് നീചഭംഗം ഉണ്ട്. അതേപോലെ നീചഭംഗം വരുന്ന യോഗങ്ങൾ ഉണ്ടേരും. ചില ഗ്രഹങ്ങൾ ചില രാശിയിൽ നിന്ന് കഴിഞ്ഞാൽ ഗ്രഹനിലപ്രകാരം നീചഭംഗം വരും. അപ്പോൾ അതൊക്കെ എക്സ്പെർട്ടായിട്ടുള്ള ദൈവജ്ഞന്മാരുടെ സഹായം ഉണ്ടെങ്കിൽ ഏറ്റവും നിങ്ങൾക്ക് പെട്ടെന്നത് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ ജ്യോത്സ്യനൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരോടൊക്കെ പറയാം, ഇതിൽ സർക്കാർ ജോലി കിട്ടാൻ 10ാം ഭാവം കൊണ്ടും സൂര്യനെ കൊണ്ടും മാത്രമല്ല അത് ചിന്തിക്കുക, അത് പ്രമാണം വേറെ ഉണ്ട്. പക്ഷേ ഇത് നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ്. സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ
ഗ്രഹനില കൂടി ഇതിലുണ്ട് എന്ന് മനസ്സിലാക്കുക. അത് അനുഭവം കൊണ്ടാണ്, ആ പ്രൊഫഷണലായിട്ടുള്ള ആ ഒരു അനുഭവം കൊണ്ട് നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചില കാര്യങ്ങളും കൂടിയിട്ടാണത്. അപ്പോൾ അതിന് സാധ്യതകൾ കൂടും. ഇപ്പോൾ എൻ്റെ കസ്റ്റമേഴ്സായിട്ടുള്ള ധാരാളം സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഗ്രഹനില നോക്കണ സമയത്തുള്ള കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചത് കൂടിയിട്ടും ഇതിലുണ്ട് എന്ന് സാരം. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, ഇത് അനുഭവം കൊണ്ടാണ് പറയണത്. മേടത്തിൽ നിൽക്കുന്ന ചന്ദ്രനെ വ്യാഴമോ ചൊവ്വയോ നോക്കിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് മേടത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ്റെ ചൊവ്വ നോക്കിക്കഴിഞ്ഞാൽ സർക്കാർ ജോലി എന്നുള്ളത് മസ്റ്റാണ്, തീർച്ചയായിട്ടും കിട്ടും. കർക്കിടകത്തിൽ നിൽക്കുന്ന ചന്ദ്രനെ ചൊവ്വ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നിയമവകുപ്പിലോ അല്ലെങ്കിൽ പോലീസിലോ പട്ടാളത്തിലോ മിലിറ്ററിയിലോ ഒക്കെ ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. കേന്ദ്ര സർക്കാരിലൊക്കെ ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. കർക്കിടകത്തിൽ നിൽക്കുന്ന ചന്ദ്രനെ ചൊവ്വ നോക്കുക. അപ്പോൾ കർക്കിടകത്തിൽ ചന്ദ്രൻ നിന്ന് കഴിഞ്ഞാൽ പൂർണ്ണ ദൃഷ്ടിയാണെങ്കിൽ, മകരത്തിൽ നിൽക്കുന്ന ചൊവ്വയാണെങ്കിൽ തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ ജോലി കിട്ടും. മേടത്തിലാണ് ചൊവ്വ നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ജോലി കിട്ടും. അതേപോലെ തന്നെ ധനുരാശിയിലാണ് ചൊവ്വ നിൽക്കുന്നതെങ്കിൽ, എന്നിട്ട് അപ്പോൾ ചൊവ്വയ്ക്ക് 7, 8, 4 ഈ ഭാഗങ്ങൾക്കൊക്കെ വിശേഷ ദൃഷ്ടിയൊക്കെ ഉണ്ട്. 7ലേക്ക് പൂർണ്ണ ദൃഷ്ടിയും 4 8ലേക്കും വിശേഷ ദൃഷ്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഈ പറഞ്ഞ ഉദ്യോഗങ്ങൾ ഏതെങ്കിലും സ്വീകരിക്കാം. അതേപോലെ ചൊവ്വ സ്വക്ഷേത്രത്തിലോ ഉച്ചത്തിലോ ബലവാനായിട്ട് നിൽക്കുക. സ്വക്ഷേത്രം എന്ന് പറയുമ്പോൾ മേടം രാശി, വൃശ്ചികം രാശി, മകരം രാശി, ഉച്ചരാശിയാണ്. അപ്പോൾ അതൊക്കെ നിൽക്കുക. അവിടേക്ക് ചൊവ്വേനെ വ്യാഴം ദൃഷ്ടി ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ചൊവ്വ ലഗ്നാൽ കേന്ദ്രഭാവത്തിൽ വരണം. കേന്ദ്രഭാവം എന്ന് പറയുമ്പോൾ ലഗ്നം തൊട്ട് 4, 7, 10 ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെൻറ്റിനെ സേവിക്കാം, സർക്കാരിനെ സേവിക്കാനുള്ളതായ ആ ഒരു സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ ഒന്നുകൂടിയും പറയാം, ചൊവ്വ മേടത്തിലോ വൃശ്ചികത്തിലോ മകരത്തിലോ നിൽക്കുകയും ആ ചൊവ്വയെ വ്യാഴം ദൃഷ്ടി ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ, അതേപോലെ തന്നെ ആ ചൊവ്വ ഏതെങ്കിലും കേന്ദ്രരാശികളിൽ നിൽക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സർക്കാർ സംബന്ധമായിട്ടുള്ള ജോലി കിട്ടും. അതേപോലെ വർഗോത്തമം ചെയ്ത് കർക്കിടകത്തിൽ നിൽക്കുന്ന ചന്ദ്രനെ, വർഗോത്തമം എന്ന് പറഞ്ഞാൽ നിൽക്കുന്ന രാശിയിൽ തന്നെ അംശകം വരും, അതാണ് വർഗോത്തമ നവാംശകം. വർഗോത്തമം ചെയ്ത് നിൽക്കുന്ന ചന്ദ്രനെ മീനത്തിൽ നിന്നുകൊണ്ട് വ്യാഴം വീക്ഷിക്കണം. അതായത് മീനത്തിൽ വ്യാഴം വന്നു കഴിഞ്ഞാൽ കർക്കിടകത്തിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി കിട്ടും. അപ്പോൾ അതായത് 5ലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉണ്ടാവും. ആ വ്യാഴത്തിന് 4ാം ഭാവാധിപത്യം കൂടി വരണം. എന്ന് പറയുമ്പോൾ ധനുലഗ്നമായി മീനം രാശിയിൽ വ്യാഴം നിന്ന് കർക്കിടകത്തിൽ വർഗോത്തമം ചെയ്ത ചന്ദ്രൻ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് കിട്ടും? സർക്കാർ ജോലി കിട്ടും എന്നുള്ളത് യാതൊരു സംശയമില്ലാണ്ട് പറയേണ്ട കാര്യമാണ്. അത് കേന്ദ്ര സർക്കാരാണെങ്കിലും സംസ്ഥാന സർക്കാരാണെങ്കിലും മേൽ പറഞ്ഞ യോഗം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോലി കിട്ടും. അതിൽ തന്നെ മറ്റൊരു വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ വ്യാഴത്തിന് 4ാം ഭാവാധിപത്യം ജലരാശിയിൽ സ്ഥിതിയുള്ളത് കൊണ്ട് എന്ത് പറയാം, ജലവാഹനങ്ങളിൽ കപ്പൽ ജോലിയൊക്കെ പറയാവുന്നതാണ്. ജലവാഹനങ്ങൾ, ജലയാനങ്ങളെ സംബന്ധിച്ചുള്ള ജോലിയായിരിക്കും ഉണ്ടാവുക. മീൻപിടുത്തം അടക്കം ഇതുകൊണ്ട് തന്നെ ആട്ടോ പറയുക. അപ്പോൾ ആ ഗ്രഹത്തിൻ്റെ ബലം അനുസരിച്ച് ജോലിയുടെ ഗ്രേഡ് കൂടും, അതാണ് പറയേണ്ടത്. അപ്പോൾ പല കാര്യങ്ങളും നമുക്ക് ഇതുകൊണ്ട് തന്നെ പറയാവുന്നതാണ്. ചന്ദ്രൻ്റെ 10ാം ഭാവത്തിൽ ഒരു ശുഭഗ്രഹം, അതായത് യാതൊരു പാപൻ്റെ യോഗവും ദൃഷ്ടിയൊന്നും കൂടാതെ ചന്ദ്രൻ്റെ 10ാം ഭാവത്തിൽ ഒരു ശുഭഗ്രഹം നിൽക്കുകയാണെങ്കിൽ അത് സർക്കാർ ജോലിയുടെ ലക്ഷണമാണ്. അതിന് അമലായോഗം എന്നൊരു പേര് കൂടി ഉണ്ട്. അതുണ്ടെങ്കിലും ആയുഷോന്തമ വിനാശിത സമ്പത്ത് എന്നാണ് അത് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അത് ഒരു ഗുണമാണ്. ചന്ദ്രലഗ്നാധിപതിയായിരിക്കുന്ന ഗ്രഹം ശുഭനായിരിക്കുകയും അതേപോലെ തന്നെ ചന്ദ്രലഗ്നാധിപതിയായിരിക്കുന്ന ഗ്രഹം ശുഭഗ്രഹമായിട്ട് 10ാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഉയർന്ന ഉദ്യോഗം, കീർത്തിയൊക്കെ ഉണ്ടാവും, ധനമൊക്കെ ഉണ്ടാവും എന്നാണ് പറയുക. അതാണ് ആയുഷോന്തമ അവിനാശിത സമ്പത്ത്. അതായത് ചന്ദ്രൻ്റെ 10ാം ഭാവത്തിൽ ഒരു ശുഭഗ്രഹം ബലവാനായിട്ട് നിൽക്കുക. അത് ഉച്ചബലം, സ്വക്ഷേത്രബലം, മൂലക്ഷേത്രബലം, ബന്ധുക്ഷേത്രബലം, അതിനനുസരിച്ചിട്ട് ഏറ്റവും ടോപ്പ് ബലം ഉച്ചബലം, പിന്നെ സ്വക്ഷേത്രം, മൂലക്ഷേത്രം, ബന്ധുക്ഷേത്രം, മിത്രക്ഷേത്രം, അങ്ങനെ വരും. അതിനനുസരിച്ചിട്ട് ഗ്രേഡ് കുറയൊക്കെ ചെയ്യാം. കർക്കിടകത്തിൽ നിൽക്കുന്ന ചന്ദ്രനും മീനത്തിൽ നിൽക്കുന്ന വ്യാഴവും ശുക്രൻ, ബുധൻ എന്നീ ഗ്രഹങ്ങളും, അതായത് കർക്കിടകത്തിൽ ചന്ദ്രൻ നിൽക്കുക, മീനത്തിൽ വ്യാഴം, ശുക്രൻ, ബുധൻ എന്നീ ഗ്രഹങ്ങളും നിൽക്കുക, മേടത്തിൽ സൂര്യനും നിൽക്കുക, ഇടവത്തിൽ രാഹുവും നിൽക്കുമ്പോൾ ജനിക്കുന്ന ആളുകൾക്ക്
ഡോക്ടറായിട്ട് സേവനം ചെയ്യാം എന്നുള്ളത്. രാഹുവിൻ്റെ യോഗം കൊണ്ടാണ് അവിടെ ഡോക്ടർ യോഗം പറഞ്ഞത്. ഒന്നുകൂടിയും പറയാം. കർക്കിടകത്തിൽ ചന്ദ്രൻ നിൽക്കുക, മീനത്തിൽ വ്യാഴം ശുക്രൻ ബുധൻ എന്നീ ഗ്രഹങ്ങൾ നിൽക്കുക, മേടത്തിൽ സൂര്യനും ഇടവത്തിൽ രാഹുവും ആണെങ്കിൽ തീർച്ചയായിട്ടും പ്രഗത്ഭനായിരിക്കുന്ന വൈദ്യനായി ഭവിക്കും, ഡോക്ടറായിട്ട് ഭവിക്കും. അതേപോലെ തന്നെ 2ാം ഭാവത്തിൽ കേതു നിൽക്കുന്ന രാശിയുടെ അധിപൻ 9ാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ നല്ല ഒരു വാഗ്മിയായി തീരുന്ന പറയാം. വാക്ക്, അതായത് വക്കീലോ വാക്കുകൊണ്ട് കസർത്ത് ചെയ്യാൻ പറ്റാവുന്ന രാഷ്ട്രീയക്കാരനടക്കമൊക്കെ പറയാം കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില ജോലികൾ കിട്ടും. കാരണം വാക്കുകൊണ്ട് കസർത്ത് ചെയ്യുന്ന ജോലി, അത് നല്ലൊരു വാഗ്മിയുടെ ലക്ഷണം. വാഗ്മി എന്ന് പറയുമ്പോൾ അറിവുള്ളവെന്നുകൂടി അർത്ഥമുണ്ട്, പലതരം അറിവുകളുണ്ടാവും. അതേപോലെ ചിങ്ങലഗ്നത്തിൽ ശുക്രൻ നിൽക്കുകയും 2ാം ഭാവത്തിൽ ബുധൻ രവി, അതായത് നിപുണായോഗം, അതായത് ചിങ്ങലഗ്നം വരിക, ലഗ്നത്തിൽ ശുക്രൻ നിൽക്കുക, 2ാം ഭാവത്തിൽ സൂര്യബുധന്മാർ നിൽക്കുകയും 5ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുകയും ചെയ്താൽ ജനിക്കവൻ സർക്കാർ ജോലിയുള്ള അധ്യാപകനായി തീരും എന്നാണ്. അപ്പോൾ സർക്കാർ അധ്യാപകൻ്റെ ഗ്രഹനില കൂടി എടുത്തിട്ടാണ് അത് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം നല്ല അധ്യാപകനുള്ള അവാർഡൊക്കെ വാങ്ങിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആ വ്യക്തിയുടെ ഗ്രഹനില കൂടിയിട്ടാണ്, ഉൾപ്പെടുത്തിയിട്ടാണ് ഇത് പറയുന്നത്. ചിങ്ങലഗ്നാണ്, ലഗ്നത്തിൽ ശുക്രൻ നിൽക്കുന്നുണ്ട്, 2ൽ സൂര്യ, അതായത് കന്നിയിൽ ബുധനും സൂര്യനും നിൽക്കുന്നുണ്ട്, 5ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സർക്കാർ ജോലിയുള്ള നല്ലൊരു അധ്യാപകനായിട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാത്രമല്ല നല്ല അധ്യാപകനുള്ള അവാർഡ് കൂടി വാങ്ങിയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. അതിൻ്റെ വളരെ ആത്മാർത്ഥമായിട്ടുള്ളൊരു സുഹൃത്ത് കൂടിയിട്ടാണ്. അപ്പോൾ ഇത്തരം അനുഭവങ്ങളുടെ ഒരു പാഠമാണ് ഇന്ന് പ്രേക്ഷകരോട് സംവദിച്ചത്. നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ എഴുതി അറിയിക്കുക. നിങ്ങളുടെ ഗ്രഹനിലയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ, നിങ്ങൾക്ക് സർക്കാർ ജോലിയൊക്കെ ഉണ്ടോ എന്നുള്ളത് നിങ്ങളൊക്കെ ഒന്ന് എഴുതി അറിയിക്കുക. ഞാൻ എപ്പോഴും പറയുന്നു, ഗ്രഹങ്ങളുടെ ബലാബലം അനുസരിച്ച് മാത്രമേ ഇത്തരം കാര്യങ്ങളൊക്കെ പറയാവൂ. ഗ്രഹങ്ങൾക്ക് ശുഭദൃഷ്ടി ശുഭയോഗമൊക്കെ വന്നാൽ ഇത് കൂടുതൽ അനുഭവിക്കും. ഗ്രഹങ്ങൾ ഭാവം മാറി നിൽക്കുന്നുണ്ടോ എന്നുള്ളത് കൂടി ശ്രദ്ധിക്കണം. എന്നിട്ട് ഇത്തരം കാര്യങ്ങൾ, ഇതൊക്കെ അനുഭവമാണ്, അനുഭവത്തിൽ നിന്ന് അതൊക്കെ എടുത്ത് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നിങ്ങളതൊക്കെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് എഴുതി അറിയിക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് വിട പറയുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം, ശുഭദിനം.